എവരിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റമദാൻ പ്രിപ്പറേഷൻ പാർട്ട് 1 വീഡിയോ ഇട്ടിരുന്നു. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഞാൻ ഷെൽഫുകളും അൽമാരി വാർഡ്രോബൊക്കെ ക്ലീൻ ചെയ്യുന്നതും പിന്നെ എൻ്റെ കിച്ചണിൻ്റെ ക്യാബിനറ്റിലൊക്കെ ഞാൻ എന്താ വെച്ചിട്ടുള്ളതെന്നൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു അൽമാരി ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്ന ഒരു അൽമാരി അല്ല കേട്ടോ. അതൊരു കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു അൽമാരിയാണ്. എല്ലാം അതിൻ്റെ അകത്ത് കൊണ്ടേ ഡംപ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വൃത്തിയാക്കലുള്ളത് തന്നെ ആയിരുന്നു. പക്ഷെ ഒരു 5-6 മാസം ഞാൻ കുറച്ചില്ലാത്തൊന്നും മാറി നിന്നിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ഒരു വിഷമഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റുട്ടീനായിട്ട് ചെയ്തിരുന്ന ഹൗസ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഓരോന്ന് ചെയ്യണത്. അങ്ങനെ ഈ ഷെൽഫ് വൃത്തിയാക്കിയ വേസ്റ്റ് അതൊക്കെ കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. എന്നാലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാത്തതുണ്ടാവും, മാറ്റി വെക്കാനുണ്ടാവും. ഒരു കാര്യമില്ലാതൊക്കെ കുത്തി നിറച്ചിട്ടുണ്ടാവും. ബില്ലുകളും എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ കാണും. ആരും അത്ര പെർഫെക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുതായിട്ടെങ്കിലും പിന്നെ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വേണ്ടാത്തതൊക്കെ ഉണ്ടാവും, 1-2 മാറ്റാനുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡ്രസ്സിങ് ടേബിളിൽ നിന്ന് പിന്നെ ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളാട്ടോ ഇതൊക്കെ. അതേപോലെ ഓരോന്നിലും നമുക്ക് മാറ്റാനുണ്ടാവും. അപ്പോൾ തന്നെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആവും. അങ്ങനെ ഓരോ റൂമിലത്തെയും ഡ്രസ്സ് വെക്കുന്ന അൽമാരികളും അതേപോലെ ഷെൽഫുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ വാർഡ്രോബുകളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം നീറ്റാക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് വെക്കുന്ന അൽമാരിയിൽ നമുക്ക് ഒഴിവാക്കേണ്ടുന്ന ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിറയെ സ്ഥലവും കിട്ടും. അൽമാരിയിൽ നമുക്ക് കാണാൻ തന്നെ ഒരു സുഖമായിരിക്കുക. അപ്പോൾ എല്ലാ റൂമത്തെയും ഡ്രസ്സ് വെക്കുന്ന അൽമാരിയൊക്കെ ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വലിയ വീഡിയോ ആയി പോവും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കിച്ചണിലത്തെ ക്യാബിനറ്റുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ 2 കിച്ചണാണ് എനിക്കുള്ളത്. ഒന്ന് ഞാൻ ഗ്യാസൊക്കെ വെച്ചിട്ടുള്ള ഒരു കിച്ചൺ, അതിലും ഇതേപോലെ കുറേ ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. എല്ലാം ഒന്നും കാണിക്കുന്നില്ല, എന്നാലും പറ്റുന്നതൊക്കെ കാണിക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ബാസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. സാധനങ്ങളൊക്കെ വേർതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു പാൻട്രിയൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒരു ഷെൽഫിലാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതിലത്തെ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഈ ബോക്സിലുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ബേക്കിംഗ് പൗഡറും അതേപോലെ ചിക്കൻ ക്യൂബൊക്കെയാണ്. അതൊക്കെ നമ്മൾ എയർ ടൈറ്റായിട്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഈ ഒരു ഷെൽഫ് മുഴുവനായിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇങ്ങനെ താഴെയുള്ള ഇതൊക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യുക, അതാണ് ഏറ്റവും വലിയൊരു ഗുണമുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഭാഗമൊക്കെ നമുക്ക് വൃത്തിയാക്കാനും എളുപ്പമാണ്. തുടച്ചെടുത്തിട്ട് അതേപോലെ ഞാൻ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എൻ്റെ കിച്ചൻ്റെ ഷെൽഫുകളുടെ അകത്തൊക്കെ എന്താ ഉള്ളതെന്നും കൂടെ കാണിക്കുക. ഞാൻ എൻ്റെ ഹോം ടൂർ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് താഴെ മരുന്നൊക്കെ വെക്കുന്ന ഒരു ഷെൽഫ്, മുകളിൽ സ്പൂണുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് പുഡിങ് ഉണ്ടാക്കുന്നതും വിളമ്പുന്നതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒരു ഷെൽഫിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. സൂപ്പിൻ്റെ ബൗളുകളും അങ്ങനത്തെയൊക്കെ. പിന്നെ ഗ്ലാസ്സുകൾ, ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന ഗ്ലാസ്സുകൾ അങ്ങനത്തെയൊക്കെ. പിന്നെ ബിരിയാണി പോട്ടുകളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതും ഒരു ഡിന്നർ സെറ്റാണ്. നീല കളറിൽ നേരത്തെ കണ്ടില്ലേ, അതേപോലൊരു മഞ്ഞയും വാങ്ങിയതാട്ടോ. ഇതൊക്കെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും മാറി മാറിയൊക്കെ ഉപയോഗിക്കലുണ്ട്. ഇത് എൻ്റെ മോൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാട്ടോ. ഒരു മരത്തിൻ്റെ പാത്രമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെന്താ, ഈ ഷെൽഫിൽ കരിയിട്ടൊന്നുമില്ല, പുളി അതൊക്കെയാണ്. പിന്നെ ടിഷ്യൂകൾ അങ്ങനത്തെയൊക്കെ. ഇത് കോർണറിലുള്ള ഒരു ഷെൽഫാണ്. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാട്ടോ. ബേക്ക് ചെയ്യേണ്ട എല്ലാ ഐറ്റംസും ഇതിലാണ്. കേക്ക് ടിന്നുകളും പേസ്ട്രി ടിന്നുകളും അങ്ങനത്തെയൊക്കെ. വേറൊരു ദിവസം ഞാൻ എല്ലാം വേറെ വേറെ കാണിച്ചു തരാം. അപ്പോൾ ചോക്ലേറ്റ് മോൾസും ഒക്കെ കുറേ ഉണ്ട്. ഞാൻ ആദ്യം ചോക്ലേറ്റ്സൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല. പിന്നെ താഴത്തേൽ മിക്സീൻ്റെ എക്സ്ട്രാ ജാറുകളും പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത പുതിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, ഗസ്റ്റ് വന്നാലൊക്കെ എടുക്കുന്ന, അങ്ങനത്തെയൊക്കെയാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഇതിൽ ജഗ്ഗുകളും ബോട്ടിലുകളും അങ്ങനത്തെയൊക്കെ. പിന്നെ പുതിയ പാത്രം ഞാൻ പൊട്ടിക്കാത്തത് ഗിഫ്റ്റ് കിട്ടിയതൊക്കെയാണ് കേട്ടോ. പിന്നെ കുക്കറുകൾ, അതേപോലെ പാത്രങ്ങൾ തന്നെയാണ് ഇതിലും. ഒരുപാട് പാത്രങ്ങളൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. ഇത് ഡിന്നർ സെറ്റ് തന്നെയാണ്. കുറേ പ്ലേറ്റുകളുള്ളത്, ഒരുപാട് ആൾക്കാർ വരുമ്പോൾ എടുക്കുന്നതാണത്. ഇതിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതും തംബ്നെയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പാത്രങ്ങളാട്ടോ.
പിന്നെ ഇത് കുറച്ച് കയ്യിലുകൾ, സ്പൂൺ അങ്ങനത്തെയൊക്കെ. പിന്നെ ഇതെൻ്റെ ചെറിയൊരു പാൻട്രി. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, അതൊക്കെ തുടച്ച് വൃത്തിയാക്കണമൊക്കെ നേരത്തെ കാണിച്ചില്ലേ. അതുകൊണ്ട് എനിക്കതൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരുന്നു കേട്ടോ. താഴത്തിൽ കാര്യമായിട്ടൊന്നുമില്ല, കിച്ചൺ ടവലുകളും അങ്ങനത്തെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ്, പാർസലൊക്കെ ചെയ്യുന്ന അലുമിനിയം ഫോയിലിൻ്റെ ഒക്കെ ബോക്സ് ഇല്ലേ, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതും പെട്ടെന്ന് ആരെങ്കിലും വന്നാലും എടുക്കുന്ന കപ്പുകളും ഗ്ലാസ്സുകളൊക്കെ ആ കിച്ചണിൽ തന്നെയാണ് ഈ ഒരു അൽമാരിയുള്ളത്. ഞാൻ ഹോം ടൂർ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഫ്രിഡ്ജൊക്കെ ഞാൻ നേരത്തെ വൃത്തിയാക്കി കഴിഞ്ഞതാട്ടോ, അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന കിച്ചണാണ്. ഇതിലാണ് എൻ്റെ ഗ്യാസൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഡ്രോ ഞാൻ അഴിച്ചെടുത്തിട്ട് കഴുകുകയാണ്. ഇത് മൾട്ടിവുഡിൻ്റെ ആണ് കേട്ടോ, അതുകൊണ്ട് കഴുകിയാലും കുഴപ്പമില്ല. മറ്റേ കിച്ചണിൽ ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ പ്ലൈവുഡായിരുന്നു. ഇത് ഒരു എന്താ പറയുക, PVC കോട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് കഴുകിയാലും കുഴപ്പമില്ല. അപ്പോൾ ഗ്യാസിൻ്റെ നേരെ താഴെയുള്ള ഷെൽഫായതുകൊണ്ട് എപ്പോഴും അതിൽ എണ്ണയും വെള്ളവും ഒക്കെ ആവും കയ്യിൽ, നമ്മളെങ്ങനെ സ്പീഡിലൊക്കെ ഓരോന്ന് എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അതെപ്പോഴും വൃത്തികേടാവുന്ന ഒരു ഷെൽഫാണ്. അത് നന്നായി സോപ്പിട്ട് കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു കിച്ചണിലുള്ള ഷെൽഫുകൾ തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ അഴിച്ചെടുക്കാം കേട്ടോ, സ്ലീക്കിൻ്റെയാണ്. കഴുകി നല്ല വൃത്തിയായി കഴുകാനൊക്കെ പറ്റും. ഇത് ഞാൻ നേരത്തെ കഴുകി വെച്ചതാണ്, അതുകൊണ്ട് ഇപ്പോൾ തുടക്കുന്നേ ഉള്ളൂ. അങ്ങനെ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ വൃത്തിയാക്കാൻ. ഇതിപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ കുറേ നാളൊന്നും ചെയ്യാതെ വെച്ചുകൊണ്ട് അവിടെയൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഒഴിവാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതാണിപ്പോൾ ഞാൻ ആ ഷെൽഫ് കഴുകി വെച്ചില്ല, അത് ഉണക്കിയിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു കേട്ടോ. അത് എളുപ്പം അഴിക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പടിപടിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പണികളൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ ഇനിയിപ്പോൾ പാർട്ട് 3യിലാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കാണിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ നോമ്പിന് കാണിച്ചിരുന്നു, അതല്ലാതെ കാണിക്കാത്തതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കും കേട്ടോ. അപ്പോൾ ഈ വീട്ടിലെ ഞാൻ എല്ലാ ഷെൽഫും ക്ലീൻ ചെയ്യണ വീഡിയോ ഇടുകയാണെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം ചില സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ മറന്നു പോവും, ക്യാമറ ഫോൺ എടുക്കാൻ തന്നെ മറന്നു പോവും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഓർമ്മ വരുമ്പോഴൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ തുടക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്കതിൽ ഇത്രയും പൊടി ഉണ്ടായിരുന്നോ എന്നൊക്കെ തോന്നും. കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല, നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ നല്ലോണം പൊടി മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, പുറമേ നിന്ന് കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ അത് വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ നല്ല അതിൽ ഇതുണ്ടാവും, പണിയുണ്ടാവും. അപ്പോൾ റംദാൻ പ്രിപ്പറേഷൻ പാർട്ട് 2 വീഡിയോ എൻ്റെ ഇത്ര തന്നെ ഉള്ളൂ. ഇനി പാർട്ട് 3 ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.